നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഈശോ സഹായിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ? ചില സമയത്തൊക്കെ നമ്മൾ കയറി പോന്ന് കഴിയുമ്പോൾ ഓർക്കുകയല്ല. കയറി പോന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നാട്ടുകാരോടൊക്കെ പറയും, ഓ ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ, ഇറ്റ് വാസ് നോട്ട് വെരി വണ്ടർഫുൾ, ഇറ്റ് വാസ് എ മിറക്കിൾ. അതൊരു അത്ഭുതമായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. നമ്മളിങ്ങനെ ചിലപ്പോൾ കുറേ നാളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസമാണ് ഈ പ്രശ്നം അങ്ങ് മാറിയത് അറിയുന്നത്. പെട്ടെന്ന് അങ്ങ് വിട്ടുകളയും. അത്രയും നാളും വിളിച്ച കർത്താവിനെ ചിലപ്പോൾ വിട്ടുകളയും. പക്ഷെ ഓർത്തോണം, ഇപ്പം ഇവിടെ നിൽക്കുന്നത് നമ്മുടെ എല്ലാ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളതുണ്ട്. ഇറ്റ്സ് എ മിറക്കിൾ. ഒരു സാക്ഷ്യമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം. പലരും പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് സഹായിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ശക്തമായ വചനമാണ് യെശയ്യാ പ്രവാചക പുസ്തകം 26-ാമത്തെ എടുക്കാവോ. കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് വളരെയധികമായിട്ട് സഹായിക്കുമെന്ന് ബോധ്യം നൽകുന്ന ഒരു വചനമാണ് യെശയ്യാ 26:3. അവർക്ക് വായിക്കാമോ? അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എന്ന് വെച്ചാൽ കർത്താവിനെ ആശ്രയിക്കുന്ന ഒരാൾ കിട്ടുന്ന ഒരു സമാധാനം, ഒരു ശക്തി, ഒരു ബലമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. 27-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. യെശയ്യാ 27 അതിന്റെ 3-ാമത്തെ വാക്യം അവർക്ക് വായിച്ചേ. കർത്താവായ ഞാനാണ് അതിന്റെ സൂക്ഷിപ്പുകാരൻ, ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു, ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിന് രാപ്പകൽ കാവൽ നിൽക്കും. അപ്പം നിങ്ങളുടെ ഉള്ളിലോട്ട് കടന്നു വരുന്ന എന്തോ ആവട്ടെ, ഒരു സംരക്ഷണമില്ലാത്ത ഒരവസ്ഥയായിരിക്കാം, ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കാം. കർത്താവായ ഞാൻ അതിനെ നിരന്തരം പരിപാലിക്കുന്നു, ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനെ നമ്മളെ എല്ലാവരെയും, നമ്മുടെ ഭവനത്തെ, നമ്മുടെ ജോലിയെ, നമ്മൾ കടന്നു പോകുന്ന എല്ലാ സിറ്റുവേഷനെയും ആര് നോക്കിക്കൊണ്ടിരിക്കുന്നു? ഈശോ നോക്കിക്കൊണ്ടിരിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.